കാലിഫോർണിയ സംസ്ഥാനത്ത് അസാധാരണ കാട്ടുതീ. പല പ്രദേശങ്ങളെയും കാട്ടുതീ വിഴുങ്ങി. ലോസ് ഏഞ്ചൽസിൽ നിന്നുള്ള കാഴ്ചകൾ അതിഭീകരമാണ്. വീടുകളെയും കെട്ടിടങ്ങളെയും മുഴുവനായും തീ നശിപ്പിച്ചു. ആകാശം മുഴുവൻ കറുത്ത പുകയാൽ നിറഞ്ഞു. തീ നിയന്ത്രണ വിധേയമാകാത്തത് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. പ്രദേശത്ത് ശക്തമായ വരണ്ട കാറ്റും വീശിയടിച്ചു. കാട്ടുതീയിൽ 10-ലേറെ പേർക്ക് ജീവൻ നഷ്ടമായെന്നാണ് വിവരം. 1,00,000-ലധികം ആളുകളെ പ്രദേശത്ത് നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. 30,000-ഓളം ഏക്കറാണ് കത്തിനശിച്ചത്. കാലിഫോർണിയയിലെ 6 തീ പടർന്നു പിടിച്ചു. 1% പോലും തീ അണയ്ക്കാനായില്ല. സാൻ ഗബ്രിയൽ മലനിരകൾക്ക് കീഴെ ഈറ്റൺ മേഖലയിലാണ് തീപിടുത്തമുണ്ടായത്. മേഖലയിൽ 10,600 ഏക്കറിലധികം തീ പടർന്നു പിടിച്ചു. 1000-ലധികം കെട്ടിടങ്ങൾ നശിച്ചു. നഷ്ടം $50 ബില്യൺ എന്നാണ് കണക്കുകൂട്ടൽ. സാൻ ഫെർണാണ്ടോയുടെ വടക്ക് വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. 850 ഏക്കറോളം കത്തി നശിച്ചു. വുഡ്ലി പാർക്കിനോട് ചേർന്നാണ് 4ാമത്തെ തീപിടുത്തമുണ്ടായത്. 5ാമത്തെ തീപിടുത്തം വെഞ്ചൂറ കൗണ്ടിയിലെ ഒലിവാസിയിലേതാണ്. ആക്ടണൻ പ്രദേശത്തെ ലിഡിയ മേഖലയിലും തീപിടുത്തമുണ്ടായി. ഹോളിവുഡ് ഹിൽസിൽ പൊട്ടിപ്പുറപ്പെട്ട സൺസെറ്റ് തീപിടുത്തമാണ് ഏറ്റവും അവസാനത്തേത്. സെലിബ്രിറ്റികളുടെ വാസസ്ഥലങ്ങൾ ഇവിടെയാണ്. ചെകുത്താൻ കാറ്റെന്ന് വിളിക്കുന്ന സാന്റ അന കാറ്റാണ് കാട്ടുതീകൾക്ക് കാരണമായത്. തീ അണയ്ക്കാൻ കൂടുതൽ വെള്ളം ഉപയോഗിച്ചതോടെ ലോസ് ഏഞ്ചൽസിലെ കുടിവെള്ള വിതരണവും പ്രതിസന്ധിയിലായി. ഇറ്റലിയിലേക്കുള്ള സന്ദർശനം പ്രസിഡന്റ് ജോ ബൈഡൻ റദ്ദാക്കിയിട്ടുണ്ട്. കാലിഫോർണിയയിലെ കാട്ടുതീ ദുരന്തത്തെ മഹാദുരന്തമായി പ്രഖ്യാപിച്ചു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.